നമ്മളോട്ട് പത്താംകുറ്റിയിൽ നിന്ന് പുതിയതായിട്ടൊരു നഴ്സറി തുടങ്ങി അവിടുന്ന് വാങ്ങിച്ചതാണ് ഈ അബീവിൻ്റെ തൈ. കുറേ നാളായിട്ടൊരാഗ്രഹമായിരുന്നു ഒരു തൈ വാങ്ങിച്ച് നടണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രൂട്ട്സൊന്നും കഴിച്ചിട്ടില്ല ഇതിൻ്റെ, എന്നാലും എല്ലാവരും പറയും നല്ല ഫ്രൂട്ട്സാണെന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ ചെയ്യാറ്. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിച്ചതാണ് തൈ. ഇത് 350 രൂപയാണ് അവർ വില പറഞ്ഞത്. നമുക്ക് 300 രൂപയ്ക്ക് അവർ ഈ തൈ തന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ്, അത് നോക്കിയാണ് നമ്മൾ എടുത്തത്. അവിടെ ഇരുന്നതിൽ ഏറ്റവും വലിപ്പമുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമുക്ക് നടാനുള്ള ഒരു കുഴി എടുക്കണം. അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങി നടുന്നുണ്ട്. നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകളാണ് നിൽക്കുന്നത്. റംബൂട്ടാനുണ്ട്, നമുക്ക് സ്ട്രോബെറി പേരയാണ് നിൽക്കുന്നത്. സ്ട്രോബെറി പേരയാണത്. ഇതൊന്നും കായ്ച്ചിട്ടില്ല ഇതുവരെ. റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട്, സ്ട്രോബെറി പേര ഇതുവരെയും കായ്ച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 2 വർഷം ആകും നിന്നിട്ടിട്ട്. പിന്നെ നമുക്ക് ചെറി ഇപ്പോൾ ഉണ്ട്. അത് ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായി ഇപ്പോൾ നട്ടിട്ട്. 1.5 വർഷത്തോളമായി ആ നട്ടിട്ട്. നന്നായിട്ട് വളർന്നിട്ടുണ്ട്. കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയൊരു കമ്പായിരുന്നത്. പിന്നെ നമ്മൾ ഞാവൽ നട്ടിട്ടുണ്ട്. ഞാവലാണ് നിൽക്കുന്നത്. ഞാവൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത് ഇതാണ് നമ്മുടെ ഞാവൽ. നമ്മൾ 2 തരത്തിലുള്ള ഞാവൽ വാങ്ങി നട്ടിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളറിലുള്ള വരുന്ന ഞാവലാണ്. ഇത് ഗ്രാഫ്റ്റ് തൈയാണ് വാങ്ങിച്ചു നട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരെണ്ണം നട്ടിട്ടുണ്ട്, വൈറ്റ് ഞാവൽ. ഇത് നീലമാവാണ്. അതിൻ്റെ ഇടതുവശത്ത് ഇത് നീലമാവാണ് നിൽക്കുന്നത്. ഇത് നീലമാവാണ്. ഇത് കൃഷിഭവനിൽ വാങ്ങിച്ച് കൊണ്ടുനട്ടാണ്. ഇപ്പോൾ ഇത് 1 വർഷം മുകളിലായി. പക്ഷേ അങ്ങോട്ട്